ശബരിമലയിൽ തിരക്ക് തുടരുകയാണ്. ഇന്നലെയും ദർശനം നടത്തിയ ഭക്തരുടെ എണ്ണം 1 ലക്ഷം പിന്നിട്ടു. മകരവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായി ഡിസംബർ 30-ന് നട തുറന്ന ശേഷം ഇന്നലെയാണ് ഏറ്റവും കൂടുതൽ ഭക്തർ എത്തിയത്. 1,13,168 പേരാണ് ഇന്നലെ ദർശനം നടത്തിയത്. തിരക്ക് നിയന്ത്രിക്കാനാകാത്തതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. സന്നിധാനത്ത് നിന്ന് വിവരങ്ങളുമായി ശിവദാസ് കന്മനം നമുക്കൊപ്പം ചേരുകയാണ്. ശിവദാസ്, സ്വാമി ശരണം. നമുക്കറിയാം, ഇനിയുള്ള ദിവസങ്ങളിലും അവിടെ തിരക്ക് വർദ്ധിച്ച് തന്നെ വരും. ഈ തിരക്ക് ഏറുമ്പോൾ എങ്ങനെയാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്? അത് സംബന്ധിച്ചൊക്കെ നിരവധി പരാതികൾ ഉയരുന്നതായി കേൾക്കുന്നു. എന്താണ് നിലവിലത്തെ സന്നിധാനത്തെ കാഴ്ചകൾ? രാഖി, സ്വാമി ശരണം. ശബരിമല ഇപ്പോഴും വലിയ തിരക്കിൽ തന്നെയാണ്. ഇപ്പോൾ ഈ മകരവിളക്ക് മഹോത്സവത്തിൻ്റെ ഭാഗമായി ഡിസംബർ 30-നായിരുന്നു ശബരിമല നട തുറന്നത്. അതിനുശേഷം വലിയ രീതിയിലുള്ള ഒരു ഒഴുക്ക് തന്നെയാണ് ഭക്തരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതായത് പ്രതിദിനം ഏകദേശം 1 ലക്ഷത്തോളം പേരാണ് ഇപ്പോൾ ശബരിമല സന്നിധാനത്തേക്ക് എത്തിയിരിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഭക്തർ ദർശനം നടത്തിയത് ഇന്നലെയാണ്. 1,13,168 ഭക്തർ ഇന്നലെ മാത്രം ദർശനം നടത്തി. അതായത് 7.5 ലക്ഷത്തോളം പേരാണ് ഈ 30-ാം തീയതി നട തുറന്നതിന് ശേഷം മാത്രം ശബരിമലയിൽ സന്നിധാനത്ത് ദർശനം നടത്തിയത്. ഇപ്പോഴും അത് തുടരുക തന്നെയാണ്. വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ ഈ ഒരു ഭക്തരുടെ എണ്ണം വർദ്ധിക്കും എന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. കാരണം ജനുവരി 14-ന് മകരവിളക്ക്, അതിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങൾ കൂടി ആയതുകൊണ്ട് തന്നെ കൂടുതൽ ഭക്തർ എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഭക്തർ എത്തുമ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊന്നും തന്നെ പല ഇടങ്ങളിലും ഒരുക്കിയിട്ടുള്ള എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ഒരു മണ്ഡല കാലം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ പോലും ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ തുടക്കം മുതലേ ഉണ്ട്. ആ പ്രശ്നങ്ങളൊന്നും തന്നെ പൂർണ്ണമായും ഇപ്പോഴും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ഭക്തർക്ക് മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട്. അതായത് അനാവശ്യമായി ഇത്തരത്തിൽ അവരെ പല ഇടങ്ങളിലും പിടിച്ചു നിർത്തുകയാണെന്നാണ് ഭക്തരുടെ പരാതി. പ്രത്യേകിച്ച് മാളികപ്പുറവും കുട്ടിസ്വാമിമാരും അടക്കമുള്ള ഇവർ ഈ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ അവർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ഇങ്ങനെ വലിയ പ്രതിസന്ധികൾ നേരിടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. നിയന്ത്രണം പാളുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് പല ഇടങ്ങളിലും, വ്യത്യസ്ത ഇടങ്ങളിൽ ക്യൂ നിൽക്കുമ്പോൾ അവിടങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ ക്യൂ വർദ്ധിക്കുമ്പോൾ അല്ലെങ്കിൽ ഭക്തരുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ ഇനിയും അത് തുടരും എന്ന് തന്നെയാണ്. കാരണം ഈ അവസാന ഘട്ടത്തിലേക്ക് ആയിട്ടും തുടക്കം മുതലുള്ള ഇത്തരത്തിലുള്ള പരാതികളൊന്നും തന്നെ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ പാളുന്നു. അതായത് മരക്കൂട്ടം മുതലാണ് ഇങ്ങോട്ട് ഓരോ ബാച്ചുകളായി സന്നിധാനത്തേക്ക് ഭക്തരെ കടത്തിവിടുന്നത്. അതോടൊപ്പം തന്നെ എരുമേൽ മുതൽ തന്നെ ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. മരക്കൂട്ടം മുതൽ നിയന്ത്രണം ഭക്തരെ ക്യൂ ആയി നിർത്തി ഇങ്ങനെ പിന്നീട് സന്നിധാനത്തേക്ക് എത്തിക്കുന്നു. ഏകദേശം 8-9 മണിക്കൂറുകൾ ക്യൂ നിന്നിട്ട് വേണം അവർക്ക് സന്നിധാനത്തേക്ക് എത്താൻ. ഇത്രയും സമയം ക്യൂ നിൽക്കുമ്പോൾ സ്വാഭാവികമായും ക്യൂ നിൽക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രായമുള്ള ആളുകളും കുട്ടികളും ഒക്കെ ഇങ്ങനെ ക്യൂ നിൽക്കുന്ന സാഹചര്യം. അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ പലയിടങ്ങളിലും ഒരുക്കിയിട്ടില്ല. അതോടൊപ്പം തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും കാര്യക്ഷമമായ ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നുള്ള പരാതികളൊക്കെ ഭക്തരുടെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നുണ്ട്. ഇപ്പോഴും അത്തരത്തിലുള്ള പരാതികൾ ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പല കാനനപാത വഴി അടക്കം ഇപ്പോഴും കൂടുതൽ ഭക്തർ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് എല്ലാ ഭാഗത്തു നിന്നും ഭക്തർ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ആണ് ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇവിടേക്ക് സന്നിധാനത്തേക്ക് ദർശനത്തിന് വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്നത്. മലയാളികൾ കൂടുതൽ നേരത്തെയായിരുന്നു എത്തിയിരുന്നത്. ഇനി മകരവിളക്ക് സമയത്ത് കൂടുതൽ ഭക്തർ എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ജനുവരി 14-ന് മകരവിളക്ക്, അതിന് തൊട്ട് മുൻപ് ജനുവരി 12-ാം തീയതി തിരുവാഭരണ ഘോഷയാത്ര ഉണ്ടാകും. അതിനുശേഷം പമ്പാ വിളക്കും പമ്പാ സദ്യയും ഉണ്ടാകും. ഇങ്ങനെ ഒരു ഇത്തരത്തിൽ ആണ് ഒരു ക്രമീകരണം. അതായത് തൊട്ടടുത്ത ദിവസം തന്നെ ഈ മകരവിളക്ക് മഹോത്സവവുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി അവലോകന യോഗം ചേരുന്നുണ്ട്. ഈ അവലോകന യോഗത്തിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ, ക്രമീകരണങ്ങളെക്കുറിച്ചുള്ള തീരുമാനങ്ങളൊക്കെ ഉണ്ടാവുക. എന്തായാലും ഈ ഓരോ ദിവസവും ഭക്തരുടെ എണ്ണം വർദ്ധിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ശബരിമലയിൽ ഉള്ളത്. പക്ഷേ ക്രമീകരണങ്ങൾ പാളുന്നു എന്നുള്ളതും എന്തായാലും നമുക്കറിയാം, തിരക്ക് ഏറുമ്പോൾ നിയന്ത്രണങ്ങൾ വേണ്ടിവരും. പക്ഷേ അശാസ്ത്രീയമായ രീതിയിൽ തിരക്ക് നിയന്ത്രണം പോലീസ് നടത്തുന്നു എന്നുള്ള ഒരു പരാതി ഭക്തർ ഉന്നയിക്കുന്നുണ്ട്. അതായത് ഈ പമ്പയിൽ നിന്നടക്കം ഒരു വലിയ നീണ്ട നിര സന്നിധാനത്തേക്ക് ഉള്ളപ്പോൾ അത് കൃത്യമായ രീതിയിൽ തിരക്ക് അവരെ കടത്തിവിടാതെ അനാവശ്യമായി പിടിച്ചു നിർത്തി പിന്നീട് ആ തിരക്ക് വലിയ രീതിയിൽ നീളുന്ന രീതിയിലേക്ക് പോലീസ് കാര്യങ്ങൾ എത്തിക്കുന്നു എന്നുള്ള വ്യാപകമായ പരാതി ഭക്തർ ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ നമുക്കറിയാം, ഇനിയുള്ള ദിവസങ്ങളിൽ ശിവദാസ് സൂചിപ്പിച്ചതുപോലെ തിരക്ക്
അനിയന്ത്രിതമായി വർദ്ധിക്കാനുള്ള സാഹചര്യം തന്നെയാണുള്ളത്. മകരവിളക്കാണ് വരുന്നത്. അപ്പോൾ കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് എത്തേണ്ടി വരും. അപ്പോൾ ഇപ്പോഴേ പാളി എന്ന് പറയുമ്പോൾ കാര്യങ്ങളുടെ പോക്ക് അത് നല്ല രീതിയിലല്ല, കുറച്ചുകൂടി നല്ല രീതിയിൽ കാര്യങ്ങൾ സംഘടന മികവ് കാണിക്കേണ്ട ഒരു ആവശ്യകത ഭക്തർ ചൂണ്ടിക്കാട്ടുന്നുമില്ലേ? തീർച്ചയായും അതുതന്നെയാണ്. നമ്മൾ ഓരോ ഭക്തരുടെയും പ്രതികരണം എടുക്കുമ്പോൾ ഭക്തരുടെ ഭാഗത്തു നിന്നും പറയുന്നത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം അവർക്കുണ്ട്. കാരണം അനാവശ്യമായി അശാസ്ത്രീയമായ ഒരു നിയന്ത്രണം ആണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പല ഇടങ്ങളിലും നീണ്ട ക്യൂ നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ച് മരക്കൂട്ടം മുതൽ ഇങ്ങോട്ട് സന്നിധാനം വരെ ഇത്തരത്തിൽ വ്യത്യസ്ത ഇടങ്ങളിലാണ് ഇത്തരത്തിൽ നീണ്ട ക്യൂ ഉള്ളത്. അശാസ്ത്രീയമായി ഉള്ള ഒരു നിയന്ത്രണം ആയതുകൊണ്ട് തന്നെ അവർക്ക് മണിക്കൂറുകളോളം നിൽക്കേണ്ടി വരുന്നുണ്ട്. കൃത്യമായി തന്നെ സന്നിധാനത്തേക്ക് അവരെ കടത്തി വിടുന്നില്ല. പല ഇടങ്ങളിലും അങ്ങനെ മണിക്കൂറുകളോളം നിർത്തിയിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് വലിയ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഉണ്ട്. വരും ദിവസങ്ങളിലും ഇത് തുടരും എന്ന് തന്നെയാണ്. കാരണം ഇനിയും ഉള്ള ദിവസങ്ങളിലും ഇത്തരത്തിൽ കൂടുതൽ ഭക്തർ സന്നിധാനത്തേക്ക് എത്തും. മകരവിളക്കിനോട് അനുബന്ധിച്ചുള്ള തൊട്ട് മുൻപുള്ള ദിവസങ്ങൾ കൂടി ആയതുകൊണ്ട് തന്നെ അത്തരം ദിവസങ്ങളിൽ ഇനിയും ഭക്തർ കൂടുതൽ എത്താൻ തന്നെയാണ് സാധ്യത. ഇപ്പോൾ തന്നെ ഇത്തരത്തിൽ ഈ ഒരു നിയന്ത്രണം അശാസ്ത്രീയമായി നടപ്പാക്കുന്നത് കൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും അത് വലിയൊരു കടുത്ത പ്രതിസന്ധി ഭക്തർക്ക് സൃഷ്ടിക്കും എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല. കാരണം ഇത്തരത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉള്ള ഒരു ഇടപെടൽ കാര്യക്ഷമമല്ല. പല പരാതികളും ഉയർന്നു വരുന്നുണ്ട്. ഭക്തരുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള നിരന്തരമായ ഒരു പരാതികളാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. തുടക്കത്തിൽ വലിയ രീതിയിൽ അത് ഈ ഒരു നിയന്ത്രണം പാളിയിരുന്നു. പിന്നീട് ഏറെക്കുറെ അത് സമാനമായി അത് പരിഹരിക്കാനുള്ള ശ്രമം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ചെറിയ രീതിയിലെങ്കിലും അത് പരിഹരിച്ചു. പക്ഷേ ഇപ്പോൾ വീണ്ടും ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഒരു പാളുന്ന സാഹചര്യം തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ഒരു മണ്ഡലകാലം അവസാനിക്കാൻ. ജനുവരി 19 വരെയാണ് ഭക്തർക്ക് ഇവിടെ ദർശനം ഉണ്ടാവുക. ജനുവരി 20 നട അടയ്ക്കും. അപ്പോൾ ഈ ഒരു രണ്ടാഴ്ച പോലും ഇല്ല. ഈ ഒരു കാലയളവിൽ ഇനി ഈ ഒരു ഭക്തരുടെ എണ്ണം വർദ്ധിക്കാൻ തന്നെയാണ് സാഹചര്യം. ഇപ്പോൾ തന്നെ ഇത്തരത്തിൽ നിയന്ത്രണം പാളുമ്പോൾ വരും ദിവസങ്ങളിലും അത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി സൃഷ്ടിക്കും എന്ന് തന്നെയാണ് നമുക്ക് ഇവിടെ നിന്നും നൽകാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ശിവദാസ്, എന്തായാലും ശബരിമലയിൽ തിരക്ക് ഏറുകയാണ്. ഇന്നലെയും ദർശനം നടത്തിയ ഭക്തരുടെ എണ്ണം 1 ലക്ഷം പിന്നിട്ടു എന്നുള്ളതാണ് സന്നിധാനത്തെ കാഴ്ചകൾ. മനോഹരമായ ദൃശ്യങ്ങൾ എല്ലാം തന്നെ വിശദമായി തന്നെ ജനം ടി വിയിലേക്ക് എത്തിച്ചത് ശിവദാസ് കന്മനവും നമ്മുടെ ക്യാമറാമാനുമാണ്.